പച്ചക്കറികളിൽ വിഷാംശം. മാരകമായ അളവിൽ കീടനാശിനി ഉപയോഗിച്ച 3 ലോഡ് പച്ചക്കറികൾ അതിർത്തി ചെക്ക് പോസ്റ്റിൽ അധികൃതർ കസ്റ്റഡിയിലെടുത്തു. ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട കീടനാശിനി ഉപയോഗിച്ച പച്ചക്കറികൾ പെരുമാൾ ദേശത്തെ കാർത്തികരാജ പെരുമാളിന്റെ കൃഷിയിടത്തിൽ വിളയിച്ചതാണ്. പെരുമാൾ ദേശത്ത് തൊഴിലാളികളെ ലഭ്യമാകാത്തത് കാരണം കാർത്തികരാജ പെരുമാൾ എളുപ്പവഴി സ്വീകരിച്ചതായാണ് പോലീസ് നിഗമനം. ആയിരിക്കും. ഇതുവരെ നാടൻ പ്രയോഗമായിരുന്നല്ലോ. ആളുകൾ കൂടുതൽ വേണം. ഇതിപ്പോ കലക്കി ഒരടി. അത്രേ ഉള്ളൂ. ഇതങ്ങനെ വിടാൻ പാടില്ല. നമ്മുടെ നാടിനെ അങ്ങനെ ചീത്തപ്പേരുണ്ടാക്കിയിരിക്കുന്നത്. വേണ്ട, അവിടെ നിന്നാ മതി. പെരുമാൾ, ഞാൻ കാർത്തിയെ കൊണ്ടുപോകുന്ന സഹകരിക്കണം. ആ കീടനാശിനി പ്രശ്നം ഒക്കെ അറിയാലോ. അറിയാടോ, ഒക്കെ അറിയാം. എനിക്ക് മാത്രമല്ലല്ലോ, തനിക്കും അറിയാമല്ലോ അല്ലേ? തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കാർത്തിയെ കൊണ്ടുപോയേ പറ്റൂ. അവനല്ല അത് ചെയ്തതിന് വേറെ തെളിവുണ്ടോ? എന്താണെന്നോ വിശ്വാസം? ഈ നാട്ടുകാർക്ക് അവനോടുള്ള വിശ്വാസം, ആ ഒറ്റ തെളിവ് മതിയടോ. വേണ്ട കാർത്തി വന്ന് ജീപ്പിൽ കയറൂ. എങ്കിൽ ഞാനും വരുന്നതോ, ഞങ്ങൾ ഒരുമിച്ച്. അച്ഛാ പേടിക്കണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. അച്ഛൻ എപ്പോഴും പറയാറില്ലേ സത്യം മാത്രമേ ജയിക്കൂ. ഇത്തവണ നമ്മൾ തന്നെ ജയിക്കും. കാർത്തി, അച്ഛൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരണ്ട. മാത്രമല്ല എന്നെ അറസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കഷ്ടമായിരിക്കും അച്ഛൻ എനിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊക്കെ കയറി ഇറങ്ങുന്നത്. നമുക്ക് പോവാം. ആ അവസാനം കാര്യം നടന്നു കഴിയുമ്പോൾ പറഞ്ഞതൊക്കെ ഇനി എത്തണം. കാര്യം പറ. കാർത്തിയെ ജാമ്യത്തിലെടുക്കാൻ വന്നതാ. കാർത്തിയോ? ഏത് കാർത്തി? ഇവിടെ ആരെങ്കിലും കാർത്തി എന്ന് പറഞ്ഞ ആളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? ഇവർക്ക് സ്റ്റേഷൻ തെറ്റിയതായിരിക്കും സാർ. ഇന്നലെ നിങ്ങൾ കസ്റ്റഡിയിലെടുത്ത കാർത്തിക രാജ പെരുമാൾ വെറുതെ നാടൻ കളിക്കില്ല സാറേ. ചേരമാൻ പെരുമാൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതേടാ പോയി കാർത്തികരാജ പെരുമാൾ. നിങ്ങൾ ഈ പറയുന്നയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല അല്ലേ? ഈ രജിസ്റ്റർ നോക്ക്. മനസ്സിലായി. കേസ് ചാർജ് ചെയ്യാതെയുള്ള ഹറാസ്മെന്റ് അല്ലേ? ആ അർജുനപിള്ള എത്ര കാശ് തന്നു? വക്കീല് പോയിന്റിലേക്ക് വന്നു. സംഗതി നേരാ, പക്ഷെ ഞാൻ മാത്രം നന്നായി പോരല്ലോ. നമുക്കെല്ലാം ഗുണം കിട്ടുന്ന ഡീല. ആ വടക്കേ പാടം JK ഗ്രൂപ്പിന് കൊടുക്കുക. ഇരുട്ടി വില കൊടുക്കും പെരുമാൾ. കമ്മീഷൻ അല്ലെങ്കിൽ ബ്രോക്കർ ഫീസ് നമുക്ക് നല്ല എമൗണ്ട് കിട്ടും, നമുക്കുൾപ്പെടെ. ഇല്ലേ, 302 വകുപ്പ് ഞാൻ അങ്ങ് ചാർജ് ചെയ്യും. ഡീലിങ് സമ്മതിച്ചാൽ അയാളെ ഇപ്പൊ തന്നെ ഞാൻ റിലീസ് ചെയ്യാം. 4-5 പണിക്കാരെ വെച്ച് ഞാനങ്ങ് FIR എഴുതും. പെട്ടെന്ന് പറ. ആദ്യം കാർത്തി ഒന്ന് കാണണം. സത്യം പറഞ്ഞ കൈക്കൂലി നേട്ട കലി കളന്നാളായിരുന്നു ഞാൻ. ഇപ്പൊ എന്താ, ഈ നാടിന് കൂടെ എനിക്കും കിട്ടി. രാഷ്ട്രീയം, ഹർത്താലും ജാഥയും കൂടിയും ചീട്ടും ഒക്കെ വന്ന് ഈ പെരുമാൾ ദേശത്ത്. അപ്പോ പിന്നെ കൈക്കൂലി ലേശം കൂടി ഇരിക്കട്ടെ. ഒന്നുമില്ല മിസ്റ്റർ ഇൻസ്പെക്ടർ, നിങ്ങൾ ബോധപൂർവ്വം ഇദ്ദേഹത്തെ ഒന്ന് വിട്ടേക്ക് സാർ. നമ്മൾ മണ്ണിൽ പണിയെടുക്കുന്നത് പോലെ ഇദ്ദേഹം നമ്മുടെ ശരീരത്തിൽ. അതെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡീല് സംസാരിക്കാം. ഇതാ ഡീൽ. ഇതിനുള്ളുണ്ട്. അങ്ങനെ വഴിക്ക് വായന്റെ പെരുമാളെ, ഈ ബുദ്ധി നേരത്തെ തോന്നാൻ പാടില്ലായിരുന്നു. ശരി ശരി, രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ ഉടൻ അടുത്ത നിമിഷം കാർത്തി ഞാൻ വീട്ടിൽ കൊണ്ടങ്ങ് തരും. തന്ത പെരുമാള് സറണ്ടറായി. ഇൻസ്പെക്ടറെ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ. എന്താടോ അയാൾ കോമഡി പറയണോ? കോമഡി അല്ല അർജുന, ഇപ്പൊ കാര്യങ്ങൾ അല്പം സീരിയസ് ആണ്.
പെരുമാൾ ദേശത്തെ കീടനാശിനി കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. കുറ്റവാളിയെ തിരിച്ചറിഞ്ഞു. വാർത്തകൾ വിശദമായി. ഈയിടെ രൂപം കൊണ്ട PDVPയുടെ നേതാവ് അർജുനൻ പിള്ളയാണ് അതിന് പിന്നിലെന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ ഞങ്ങൾ പുറത്തുവിടുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ കൃഷി ഓഫീസർ സമർപ്പിച്ച CD-യിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ ഭയങ്കര അതിശയം തന്നെ. താറാവോ? അതല്ലേ, ഇതാണ് നല്ലത് ചെയ്യുന്നവരുടെ കൂടെ ദൈവമുണ്ട് ദൈവമുണ്ട് എന്ന് പറയുന്നത്. ആ ദൈവത്തിന്റെ പേരെന്താണെന്നറിയോ? എന്താ? വിൽസൺ പുതുപ്പള്ളി. സ്വന്തമായിട്ട് പൊഴുതുന്നതിന് ഒരു ഉളുപ്പുമില്ല അല്ലേ? ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു എന്താണെന്നറിയോ? ഓക്സിജൻ അല്ല, പിന്നെ ഒളിക്യാമറ. അതാണ് സംഭവം. കറക്റ്റാണ്. ഞങ്ങൾ ചാനലുകാർ ഒളി ക്യാമറ വെച്ച് എത്ര പുലികളെന്നറിയാ എലികളാക്കി മാറ്റിയത്. കാർത്തിക്കെതിരെ ഒരു കടുത്ത പണി, അർജുനമുള്ള പണിയൊന്നും ഞങ്ങൾക്കറിയായിരുന്നു. അതെങ്ങനെയാന്ന് ഞങ്ങൾ ഊഹിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞാനും ഇവരും കൂടെ ഒളിക്യാമറ പദ്ധതി ആസൂത്രണം ചെയ്തത്. അതെ, നീയായിരുന്നു ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? മല്ലു ആന്റിയും റിവർ സൈഡ് എന്നും പറഞ്ഞൊരു കുളിസീൻ അയച്ചു തന്നില്ലായിരുന്നോ വാട്സപ്പിൽ? അതൊക്കെ ഞാൻ തന്നെ ഷൂട്ട് ചെയ്തതാ. പക്ഷെ പാകയ്ക്കകത്തല്ല, സോപ്പെട്ടിക്കകത്ത. ഈ രാഷ്ട്രീയക്കാരുടെ വക്രബുദ്ധിയെ സമ്മതിച്ചിരിക്കുന്നു. പിന്നല്ലാണ്ട്. പിന്നെ നമ്മുടെ അർജുനൻ പിള്ള അറസ്റ്റ് ചെയ്തല്ലോ. പിന്നീട് നാട്ടുകാർക്ക് എന്ത് സംഭവിച്ചു? നക്ഷത്രക്കാർ എണ്ണിപ്പോയി മോനെ. ആരാടാ കുളിക്കുന്നോട് ഒളിഞ്ഞു നോക്കുന്നേ? ഇല്ല, കുളിച്ചേ കാണാനിരിക്കുമല്ല, കഥ പറയാൻ വേണ്ടി ഇരുന്ന ഓടിക്കും. ഇവരുടെ കുളിക്ക് 14 ലക്ഷം ലൈക്ക് കഴിഞ്ഞ് ഇപ്പോഴും നാണം മാറിയിട്ടില്ല.